അയ്യോ കൊച്ചു തള്ളിട്ടാമോ മക്ക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചേട്ടൻ അബുദാബിക്ക് പോണതിന് മുമ്പ് വീട്ടിൽ പോവാന്ന് പറയാൻ വന്നൊരു ഡേ ആണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുന്നേ ഞങ്ങളുടെ എങ്ങനെ കണ്ടുമുട്ടി, ചേട്ടൻ പത്തനംതിട്ടയാണ്, ഞാൻ ട്രിവാൻഡ്രമാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മാരേജ് അലയൻസിൽ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കുറേ ഒരു പാട്ട് അവർ കുട്ടി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളെക്കുറിച്ച് Q&A എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക. എനിക്ക് എന്നും കമൻ്റ് ഇടുന്ന ആദി, ഗീത ആൻറ്റി, ബിന്ദു ആൻറ്റി, ദിൽഷ, പിന്നെ ദീദി ആൻറ്റീൻ്റെ പൊന്നു ഒക്കെ എന്നും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഇനി എല്ലാം വായിക്കാറുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അടുത്തിനി വീഡിയോ കാണുക, കണ്ട് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചേട്ടനെ ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അമ്പൂരി പാലത്താണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെയൊക്കെ വന്നു, ഞങ്ങളുടെ നാട് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്കായാലും നമ്മുടെ അമ്പൂരി പാലം, കടവ്, ഇങ്ങനെയുള്ള കുറേ പ്ലേസൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ടിട്ടൊക്കെ പോവാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് എല്ലാം. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് ഇട്ടാൽ അത് ഞാൻ പറഞ്ഞു തരാം എവിടെയൊക്കെയാണെന്ന്. പിന്നെ ഞങ്ങൾ ഇതാണ് അമ്പൂരി കടവ്. ആ ടൈം കുറച്ചൊന്ന് വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇത്തിരി കുറവായിരുന്നു, നല്ല കുറവായിരുന്നു. ഇപ്പം നമ്മുടെ നെയ്യാർ ഡാമിൽ ഇതാണ് കേട്ടോ, റിസർവ്ഡ് വാട്ടറാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അയ്യോ കൊച്ചു തള്ളിട്ടാമോ മക്ക. ഇതിൽ അവരും ഒരു സീരിയസ് ആയിട്ട് വരാത്ത കാര്യം, എന്തായാലും മുട്ടിൻ്റെ താഴെ വരെ വെള്ളമുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ അവിടെ ഈ ചെളിയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കാലൊന്ന് മടങ്ങിയിട്ട് എനിക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടിയില്ല, പെട്ടെന്ന് മറിഞ്ഞങ്ങ് വീണുപോയി. ഞാനും വിചാരിച്ചില്ല, കാരണം വെള്ളം കുറച്ചേ ഉള്ളൂ. അവരും വിചാരിച്ച് ഞാൻ കളിപ്പിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന്, അതാ ആരും പെട്ടെന്ന് വരാത്ത. പിന്നെ എല്ലാവരും കൂടെ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് പിടിച്ച് കയറ്റിയപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വെള്ളം കുടിച്ച് ചത്തേനെ, നിങ്ങളാരും ഒന്ന് പിടിക്കല്ലേ എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് നേരം അങ്ങനെ നിന്ന്. പിന്നെ ഇനി ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. ആ ഒരു ട്രിപ്പ് മൂടൊക്കെ അങ്ങ് പോയി. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം എന്നുള്ളൊരു മൈൻഡായി. ഞാൻ അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാത്ത ഒരാളാണ് അധികം. എനിക്കിഷ്ടമല്ല വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കടലിൽ പോയാലും കാല് വല്ല നനയ്ക്കുന്നതല്ലാതെ ഇങ്ങനെ കുളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പോവാറേ ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ വെള്ളത്തിൽ പോലും വന്ന് വീണത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് നല്ല അടുത്താണ് മായം കടവും ഇതല്ല. എന്നിട്ട് പോലും ഞാൻ അവിടെയൊന്നും പോയി ഇങ്ങനെ ഇങ്ങനെ പോയി കാണണമല്ലാതെ അല്ലാണ്ട് ഇങ്ങനെ കുളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനോ ഞാൻ നിന്നിട്ടില്ല. പിന്നെ ചേട്ടനുള്ളത് കൊണ്ടുള്ള ഒരു ഇതിൽ അങ്ങ് ഇറങ്ങിയതാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ ഞാൻ നനഞ്ഞ് കുളിച്ചു. പിന്നെ അമ്മയൊക്കെ അവിടെ കുറച്ച് നേരം അങ്ങനെ കണ്ട് എല്ലാവരുമായിട്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു കടയുണ്ട് കേട്ടോ, അവിടെ അന്ന് തുറന്നിട്ടില്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു ചായയും ഇങ്ങനെ കുറച്ച് കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ കപ്പയും ബീഫൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അന്ന് അവിടെ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ പോയി ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല, കാരണം നല്ല വ്യൂ ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി അമ്മാമരെ വീട്ടിൽ പോകണം. അമ്മാമരെ വീട്ടിൽ പോയിട്ടില്ല, അപ്പോൾ ഇനി അമ്മാമരെ വീട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മാമരെ വീട്ടിൽ പോയി. അത്രയും നേരം നല്ല വെയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ നല്ല മഴയായി. കുറേ നേരം അമ്മാമ്മരവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് മാറാൻ പോകുന്ന ടൈമിൽ ഞാൻ നനഞ്ഞിട്ടൊക്കെയല്ലേ വന്നത്. അപ്പോൾ അമ്മയും ബിന്ദു അമ്മയും ഒക്കെ കൂടി അമ്മാമ്മരെ വീട്ടിൽ വന്നിട്ട് പോയി. എന്നിട്ട് ഞങ്ങളൊന്ന് മഴ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേട്ടനെയും കൊണ്ട് ഇങ്ങ് വന്നതാണ് അമ്മാമ്മരെ വീട് കാണാനും അവിടെ എല്ലാം ഇങ്ങനെയൊക്കെ. അപ്പോൾ ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാമ്മരെ വീട്. പിന്നെ വണ്ടി കുറച്ച് റോഡിൻ്റെ അടുത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മഴയും കൂടി ആയതുകൊണ്ട് നടന്ന് പോകാം. പിന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഊക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വലുതായിട്ടല്ല, ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഭാഷയുടെ വ്യത്യാസമൊക്കെ അല്ലേ ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് പോവുക. ഞാൻ മാറ്റി.
മുമ്പേ ഇട്ട കുട്ടി സ്റ്റോറിയിൽ ചേട്ടൻ എന്താ പറഞ്ഞ ഞാൻ അമ്മ മോളെന്ന്. ഇപ്പം ഇത് നിങ്ങൾ നോക്കുക ഗൈസ്, ആരാ അമ്മ മോനെന്ന്. ഈ ചേട്ടനാണ് അമ്മ മോൻ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കുന്നത്. ഞാൻ അമ്മ മോളാ തന്നെ ആണ് എന്നും പറഞ്ഞ് ചേട്ടനും ആണല്ലോ, അമ്മ മോനാണല്ലോ. അങ്ങനെ ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. പക്ഷെ അമ്മ ഇന്നാന്ന് പറഞ്ഞിട്ട് വാരി കൊടുത്തപ്പോൾ ആള് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ കൂടി പറയുന്നുണ്ട്, ഇടരുത്, എടുക്കരുത്, വീഡിയോ എടുക്കരുത്, ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കേൾക്കുമോ ഞാനോ ഇപ്പോഴോ? പിന്നെ ഞങ്ങളെ കുണ്ടു ആളെ അങ്ങ് അംഗീകരിച്ചതുപോലെ ആളുടെ അടുത്ത് പോയി അങ്ങ് കിടക്കുന്നുണ്ട്. പിന്നെ അവളെ ചവിട്ടാതിരിക്കാൻ ചേട്ടൻ കാലൊക്കെ പൊക്കി വെക്കുന്നുണ്ട്. ആളങ്ങ് ഇഷ്ടമായി കേട്ടോ കുണ്ടുവിന്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കിടക്കത്തൊന്നുമില്ല. കാരണം അവൻ ഇങ്ങനെ സേഫ് ആണെന്നുള്ളൊരു, എന്ന് വെച്ചാൽ ആരുടെയും പോയി അങ്ങ് അടുത്ത് പോയി കിടന്നങ്ങ് ഉറങ്ങിയൊന്നുമില്ല. ഇവൻ നോക്കിയപ്പോൾ ചേട്ടൻ്റെ കാലിൻ്റെ അടുത്ത് പോയി കിടന്നങ്ങ് ഉറങ്ങുന്നു. ആദ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു, എനിക്കിഷ്ടമില്ല, ഇവിടെ നിന്ന് പൊക്കോ എന്നൊക്കെ ഉള്ള രീതിക്ക് അവൻ നല്ല രീതിക്ക് ബാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയ ആളെ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ, ഞങ്ങളെ ഗുണ്ടു അങ്ങ് ഇഷ്ടമായി ചേട്ടനെ. അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടുക. എനിക്ക് കമൻറ്റ് ഇടുന്നതിലാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾ മാക്സിമം കമൻറ്റ് ഇടുക. എനിക്ക് കമൻറ്റിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വീഡിയോ ആണ് അടുത്തത്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സർപ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ്. അവർ വലിയച്ഛൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ. ഇപ്പോഴത്തേക്ക് നല്ല ഇരുട്ടിപ്പോയി കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുമായിരുന്നു, പക്ഷെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ലേറ്റായി. വൈകിട്ട് 6 മണിയാവുന്നതാണ് വീട്ടിൽ എല്ലാത്തൊക്കെ പല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇറങ്ങിയത്. കണ്ടില്ലേ ആരൊക്കെ പോയി? ആനന്ദം പിള്ളേരും. ഓക്കെ ബൈ ബൈ, സീ യു. പോയാ വിളിച്ചാ വരത്തില്ല. അത്രയൊന്നും ആയില്ല, കുഞ്ഞു കുട്ടികളെ വരെ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ കുറച്ച് ലേറ്റായതൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചിരുത്തിയിരുന്നു. ആ വീഡിയോ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇട്ടതിന് അടുത്ത ദിവസം തന്നെ ഇടാം. അതിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. കുറേ മണ്ടത്തരങ്ങൾ ചോദിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.